നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ച സംഭവിച്ച പ്രധാന ലോകവാർത്താ വിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക്. ഏവർക്കും വേൾഡ് ഡെസ്കിലേക്ക് സ്വാഗതം. 200 വർഷത്തെ ചരിത്രം മാറ്റിയെഴുതി മെക്സിക്കോയ്ക്ക് ആദ്യ വനിതാ പ്രസിഡന്റ്. മെക്സിക്കോയുടെ രാഷ്ട്രീയ കാലാവസ്ഥ തിരുത്തി ചരിത്രമായി കാലാവസ്ഥ ശാസ്ത്രജ്ഞ കൂടിയായ ക്ലൗഡിയ ഷെയ്ൻബോം. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായാണ് ക്ലൗഡിയ ചരിത്രം തിരുത്തിയത്. വൻ ഭൂരിപക്ഷമാണ് മെക്സിക്കോ സിറ്റി മുൻ മേയർ കൂടിയായ 61കാരി കരസ്ഥമാക്കിയത്. 58.3%-60.7% ഇടയിൽ വോട്ടാണ് ക്ലൗഡിയ നേടിയത്. എതിർ സ്ഥാനാർത്ഥി സോച്ചിൽ ഗാൽവസിന് 26.6%-നും 28.6%-നും ഇടയിലും, ജോർജ് അൽവാരസ് മെയ്നസിന് 9.9%-നും 10.8%-നും ഇടയിലാണ് വോട്ട് ലഭിച്ചത്. തൻ്റെ രാഷ്ട്രീയ മാർഗദർശിയും നിലവിലെ പ്രസിഡന്റുമായ ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോറിൻ്റെ നയങ്ങളാവും താൻ പിന്തുടരുകയെന്ന് ക്ലൗഡിയ വ്യക്തമാക്കിയിട്ടുണ്ട്. Porque por primera vez en 200 años de la República me convertiré en la primera mujer presidenta de México. മൊറേന പാർട്ടി സ്ഥാപകൻ കൂടിയായ ആൻഡ്രസ് ലോപ്പസിന്റെ വിശ്വസ്ത കൂടിയാണ് ക്ലൗഡിയ. ക്ലൗഡിയയുടെ പ്രധാന എതിരാളിയും വനിതയായിരുന്നു എന്നതും സവിശേഷതയാണ്. മെക്സിക്കോയിൽ ഇതാദ്യമായാണ് 2 വനിതകൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാന എതിരാളികളാകുന്നത്. ക്ലൗഡിയയും സോച്ചിൽ ഗാൽവസും ഇടതുപക്ഷ പാർട്ടിയായ മൊറേനയുടെ അംഗങ്ങളാണ്. മെക്സിക്കൻ സിറ്റിയുടെ മേയറായിരുന്ന ക്ലൗഡിയ അന്നും ചരിത്രം തിരുത്തിയിരുന്നു. 2018 മെക്സിക്കോ സിറ്റിയുടെ ആദ്യ വനിതാ മേയറായാണ് ക്ലൗഡിയ മെക്സിക്കൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയ താരമായത്. 2023 സ്ഥാനമൊഴിഞ്ഞു. ആൻഡ്രസ് മാനുവൽ ലോപ്പസ് മെക്സിക്കൻ സിറ്റിയുടെ മേയറായിരുന്നപ്പോൾ അന്ന് പരിസ്ഥിതി സെക്രട്ടറി ആയിരുന്നു ക്ലൗഡിയ. എനർജി എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റുള്ള ക്ലൗഡിയ കാലാവസ്ഥ ശാസ്ത്രജ്ഞ കൂടിയാണ്. അവരുടെ മാതാപിതാക്കളും ശാസ്ത്രജ്ഞന്മാരായിരുന്നു. ബൾഗേറിയയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കുടിയേറിയ ജൂത കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒക്ടോബർ 1 ആൻഡ്രസ് സ്ഥാനമൊഴിയുകയും ക്ലൗഡിയ പ്രസിഡന്റായി അധികാരം ഏൽക്കുകയും ചെയ്യും. മെക്സിക്കോയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി ക്ലൗഡിയ ഷെയ്ൻബോമിനെ തെരഞ്ഞെടുത്തത് രാജ്യം ആഘോഷിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് തോക്കുധാരികൾ മെക്സിക്കോയിലെ ഒരു പട്ടണത്തിലെ വനിതാ മേയറെ കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച മൈക്കോക്കാനിലെ കോട്ടിഹാഡില പാസിൻ്റെ മധ്യഭാഗത്ത് വെച്ച് തോക്കുധാരികൾ യൊലാൻഡ സാഞ്ചസിനെ ആക്രമിച്ചു. 19 തവണ വെടിയേറ്റ യൊലാൻഡയെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ആശുപത്രിയിൽ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു. അവളുടെ അംഗരക്ഷകനും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ചന്ദ്രനെ വലം വെച്ച ആദ്യയാളുകളിൽ ഒരാൾ. എർത്ത് പകർത്തിയ വില്യം ആൻഡേഴ്സ് വിമാനാപകടത്തിൽ മരിച്ചു. ആയിരത്തി 1968 അപ്പോളോ 8 ചാന്ദ്രദൗത്യ സംഘാംഗവും വിഖ്യാതമായ എർത്ത് ഫോട്ടോ പകർത്തിയാളുമായ വില്യം ആൻഡേഴ്സ് വിമാനാപകടത്തിൽ മരണപ്പെട്ടു.
90 വയസ്സായിരുന്നു. അമേരിക്കൻ വ്യോമസേനയിലെ മുൻ മേജർ ജനറൽ കൂടിയായ വില്യം സ്വയം പറത്തിയ ചെറുവിമാനം വാഷിംഗ്ടണിലെ ജുവാൻ ദ്വീപിനടുത്തുള്ള കടലിൽ തകർന്നു വീഴുകയായിരുന്നു. വില്യം ആൻഡേഴ്സിൻ്റെ മകനാണ് പിതാവിൻ്റെ മരണവിവരം ലോകത്തെ അറിയിച്ചത്. അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന വില്യം ആൻഡേഴ്സ് നാസയുടെ 1968 അപ്പോളോ 8 ദൗത്യത്തിൻ്റെ ഭാഗമായതോടെയാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. വില്യം ആൻഡേഴ്സിനൊപ്പം ഫ്രാങ്ക് ബോർമാനും ജെയിംസ് ലോവലും ചന്ദ്രനെ വലം വെച്ച ആദ്യ മനുഷ്യർ എന്ന ചരിത്രം അന്നു കുറിച്ചു. ഭൂമിയിലിറങ്ങാതെ 10 വട്ടമാണ് ഈ മൂവർ സംഘം ചന്ദ്രനെ അതിൻ്റെ ഭ്രമണപഥത്തിൽ വലം വെച്ചത്. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഒരു വാഹനം ആദ്യമായി ഭൂമിയുടെ ഭ്രമണപഥത്തിന് അപ്പുറത്ത് എത്തുന്നത് അപ്പോളോ 8 ദൗത്യത്തിലൂടെയായിരുന്നു എന്ന സവിശേഷതയുമുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി ഇസ്രയേലി ബന്ദികളെ അതിസാഹസികമായി മോചിപ്പിച്ച് IDF. ദിവസത്തിന് ശേഷമാണ് 4 ബന്ദികളെ ഇസ്രയേലി സേന ഹമാസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചത്. ഇസ്രയേലിൽ തിരികെ എത്തിയ 4 പേരും കുടുംബാംഗങ്ങളെ കണ്ടു. നോവ അർഗമാനി എന്ന യുവതിയെയും ആന്ദ്രെ കോസ്ലോവ്, അൽമോക് മെയിൻജാൻ, ഷ്ലോമി സീവ് എന്നിവരെയാണ് ഇസ്രയേലി സേന ശനിയാഴ്ച സെൻട്രൽ ഗാസയിൽ രക്തരൂക്ഷിത ഓപ്പറേഷനിലൂടെ മോചിപ്പിച്ചത്. ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഭീകരർ നോവ സംഗീതോത്സവ വേദിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. മോട്ടോർ സൈക്കിളിൻ്റെ പിറകിൽ കയറ്റി ഗാസയിലേക്ക് കൊണ്ടുപോകും വഴി അലറിക്കരയുന്ന നോവയുടെ വീഡിയോ പുറത്തു വന്നിരുന്നു. പലസ്തീൻ ഭീകരരുടെ ക്രൂരതകളിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ട വീഡിയോ ആയിരുന്നു അത്. നോവ ഗാസയിൽ ബന്ദിയായിരിക്കെ അവരുടെ ക്യാൻസർ ബാധിതയായ അമ്മയുടെ സ്ഥിതി വഷളായിരുന്നു. ശനിയാഴ്ച ഇസ്രയേലിൽ തിരിച്ചെത്തിയ നോവയെ പിതാവ് യാക്കോവ് ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയായിരുന്നു ശനിയാഴ്ച. ഏറ്റവും വലിയ ജന്മദിന സമ്മാനമാണ് ഈ കൂടിച്ചേരലെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷിതമായി മടങ്ങിയെത്തിയ നോവയെ ഇസ്രയേലി പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രസിഡന്റ് ഹെർട്സോഗും അഭിനന്ദിച്ചു. ബന്ദികളുടെ മോചനം ഇസ്രയേലി ജനതയും ആഘോഷിച്ചു. ടെൽ അവീവിലെ ബന്ദികളുടെ ചത്തുരം എന്ന് വിളിക്കുന്ന ഭാഗത്ത് ആയിരക്കണക്കിന് ഇസ്രയേലികൾ ഒത്തുകൂടി ആഘോഷം നടത്തി. 4 ബന്ദികളെ രക്ഷിക്കാൻ ഇസ്രയേലി സേന സെൻട്രൽ ഗാസയിലെ നുസ്രൈത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ 274 പേർ കൊല്ലപ്പെട്ടതായി ഹമാസിൻ്റെ ആരോഗ്യവകുപ്പ് അറിയിച്ചു. 700 പേർക്കാണ് പരിക്കേറ്റത്. ഗാസ യുദ്ധത്തിൽ ഇസ്രയേലി സേന നടത്തിയ ഏറ്റവും വലിയ രക്ഷപ്പെടുത്തൽ ദൗത്യമായിരുന്നു ഇത്. കര വ്യോമസേനകൾ ആക്രമണത്തിൽ പങ്കെടുത്തു. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ്. പക്ഷിപ്പനിയുടെ പുതിയ H5N2 വൈറസ് വകഭേദം ബാധിച്ചുള്ള ലോകത്തെ ആദ്യ മരണം സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. മെക്സിക്കൻ സ്വദേശിയായ 59-കാരനാണ് മരിച്ചത്. ലോകത്താദ്യമായി H5N2 പകർച്ച സ്ഥിരീകരിച്ച മനുഷ്യനും ഇയാൾ തന്നെയാണ്. എവിടെ നിന്നാണ് ഇയാൾക്ക് വൈറസ് ബാധയെന്നത് കണ്ടെത്താനായിട്ടില്ല. മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം.
പനിയും ശ്വാസമുട്ടലും മൂലമാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മെക്സിക്കോയിലെ കോഴി ഫാമുകളിൽ H5N2 വൈറസ് സാന്നിധ്യം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അമേരിക്കയിലെ H5N1 പകർച്ചയുമായി ഈ സംഭവത്തിന് ബന്ധമില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ മനുഷ്യരിലേക്കുള്ള പക്ഷിപ്പനിയുടെ പകർച്ചാ സാധ്യതകൾ കുറവാണെന്നും ലോകാരോഗ്യ സംഘടന വിശദമാക്കി. 59-കാരന് വൈറസ് ബാധയേൽക്കാനുള്ള ഉറവിടത്തെക്കുറിച്ച് ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് മെക്സിക്കോയിലെ ആരോഗ്യ വകുപ്പും വിശദമാക്കുന്നത്. കോഴി ഫാമുകളിൽ നിന്നോ മറ്റേതെങ്കിലും തരത്തിൽ മൃഗങ്ങളുമായി 59-കാരൻ സമ്പർക്കത്തിൽ വന്നതായി കണ്ടെത്താനായിട്ടില്ല. 3 ആഴ്ചയോളമായി കിടപ്പിലായ ശേഷമാണ് ഇയാൾ ചികിത്സ തേടിയത്. ഇയാൾക്ക് ടൈപ്പ് 2 പ്രമേഹവും വൃക്ക തകരാറും ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ മാർച്ച് മാസത്തിൽ മെക്സിക്കോയിലെ മിച്ചോഗൻ സംസ്ഥാനത്ത് ഒരു കുടുംബത്തിൽ H5N2 വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ മനുഷ്യരിലേക്ക് പകരില്ലെന്ന നിരീക്ഷണത്തിൽ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ഏപ്രിലിലുണ്ടായ മരണത്തോടെ മെക്സിക്കോ വൈറസ് ബാധയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയെ അറിയിക്കുകയായിരുന്നു. സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരം. നാസയുടെ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും ബുച്ച് വിൽമറും അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷനിൽ കാലുകുത്തിയതോടെ ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൻ്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി. 58-കാരിയായ സുനിതയുടെ 3ാം ബഹിരാകാശ യാത്രയാണിത്. സുനിത പൈലറ്റും 61-കാരനായ വിൽമർ കമാൻഡറുമായിരുന്നു. ബുധനാഴ്ച ഫ്ലോറിഡയിലെ കേപ്പ് കാനവാറിൽ നിന്ന് ഉയർന്ന സ്റ്റാർലൈനർ 26 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷനുമായി സന്ധിച്ചു. ഒരിക്കൽ കൂടി സ്റ്റേഷനിലെത്തിയതിൻ്റെ ആഹ്ലാദം നൃത്തത്തിലൂടെയാണ് സുനിത പ്രകടിപ്പിച്ചത്. സ്റ്റേഷനിലുണ്ടായിരുന്ന ആസ്ട്രോനോട്ടുകൾ അതിഥികളെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. സുനിതയുടെ നൃത്തത്തിൻ്റെ വീഡിയോ നാസ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. 8 മണിക്കൂർ കൊണ്ട് 2.25 ലക്ഷം പേരാണ് ഇത് കണ്ടത്. വിമാന നിർമ്മാതാക്കളായ ബോയിങ് കമ്പനി നാസയുടെ സഹായത്തോടെ വികസിപ്പിച്ച സ്റ്റാർലൈനർ പേടകത്തിൽ മനുഷ്യനെ കയറ്റിയുള്ള ആദ്യ യാത്രയായിരുന്നു ഇത്. സുനിതയും വിൽമറും നാസയുടെ മുതിർന്ന ആസ്ട്രോനോട്ടുകളാണ്. സുനിത 2006-ലും 2012-ലുമായി 322 ദിവസം ബഹിരാകാശ സ്റ്റേഷനിൽ കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഗാസയിൽ 100 കണക്കിന് പലസ്തീൻ അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ UN സ്കൂളിൽ ഇസ്രയേലി സേന നടത്തിയ വ്യോമാക്രമണത്തിൽ 35 പേരോളം കൊല്ലപ്പെട്ടു. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ അൽ സാഡി സ്കൂളിലെ 2 ക്ലാസ് മുറികൾക്ക് നേർക്ക് യുദ്ധവിമാനത്തിൽ നിന്ന് 2 മിസൈലുകൾ തൊടുത്തുവിടുകയായിരുന്നു. ഹമാസിന്റെ കോമ്പൗണ്ട് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും 20-ലധികം ഭീകരർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് കരുതുന്നതായും ഇസ്രായേലി സേന അറിയിച്ചു. ഇത് നിഷേധിച്ച ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം 40 പേർ കൊല്ലപ്പെട്ടുവെന്നും ഇതിൽ 14 കുട്ടികളും 9 സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്നും അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു ആക്രമണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള UN ഏജൻസിയായ UNRWA ആണ് സ്കൂൾ നടത്തുന്നത്. മരണസംഖ്യ സംബന്ധിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകളാണുള്ളത്. 40 മൃതദേഹങ്ങൾ ലഭിച്ചുവെന്ന് സമീപത്തെ അൽ അക്സ ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. 40ഓളം പേർ മരിച്ചിരിക്കാമെന്ന് UN ഏജൻസി വക്താവ് ജൂലിയറ്റ് തൗമ പറഞ്ഞു. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയ ഹമാസ് ഇസ്ലാമിക ജിഹാദ് തീവ്രവാദികൾ സ്കൂളിൽ പ്രവേശിച്ചിരുന്നതായി ഇസ്രയേലി സേന അറിയിച്ചു. ആക്രമണത്തിൽ ജനങ്ങൾക്ക് അപകടം പറ്റാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും കൂട്ടിച്ചേർത്തു.
ഇതിനിടെ ഹമാസിന്റെ കസ്റ്റഡിയിൽ അവശേഷിച്ച 116 ബന്ദികളിൽ 41 പേർ മരിച്ചിരിക്കാമെന്ന് ഇസ്രായേലി സർക്കാർ അനുമാനിക്കുന്നു. ചില ബന്ദികളെ ഭീകരർ വധിച്ചിരിക്കാമെന്നും കരുതുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ വേൾഡ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.